ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റുകൾ, അതുപോലെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ, ലീഫ് ചെടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ചെടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ചെടികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡൊക്കെ വരുന്നത് GPay ആണ്. അതുപോലെ DTDC ആണ് നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത്. പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബൊഹീനിയ കൊക്കീനിയ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ്. അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുപോലെ നമുക്കൊരു 3-4 മാസം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഫ്ലവർ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബൊഹീനിയ കൊക്കീനിയ എന്ന് പറയുന്നത്. അതുപോലെ 3 കളറിൽ പൂക്കൾ ലഭിക്കുകയും ചെയ്യും. നമുക്ക് ഫസ്റ്റിൽ വരുന്ന ഇതുപോലെ ഒരു യെല്ലോ കളറിലായിരിക്കും പൂക്കൾ വരിക. അത് പിന്നെ റെഡ് കളറിലേക്ക് മാറും, പിന്നെ ഒരു ഓറഞ്ച് കളറിലേക്ക് മാറും. അങ്ങനെ 3 കളറിൽ, ഒരേ ചെടിയിൽ തന്നെ 3 കളറിൽ പൂക്കൾ ലഭിക്കുന്ന നല്ലൊരു സെമി ക്രീപ്പർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റും. അതുപോലെ നമുക്ക് കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താൻ പറ്റും. ഇതുപോലെ കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താൻ പറ്റും. അതുപോലെ ക്രീപ്പർ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വളർത്താം. ഏത് രീതിയിലാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബൊഹീനിയ കൊക്കീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ചിലതിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട്, എല്ലാത്തിലും ഒന്നും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ. ചിലതിലൊക്കെ മുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. പൂക്കളുള്ള പ്ലാന്റ് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്, കാരണം എല്ലാത്തിലും പൂക്കളായിട്ടില്ല, പൂക്കളായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 400 രൂപയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഹാർഡ് സ്റ്റെമ്മോട് കൂടിയിട്ട് വന്നുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ ഇതിന്റെ സെയിൽ ചെയ്തിരുന്നതിന് മുമ്പ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 400 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഒരു 3 കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഫ്ലവർ ആയിട്ടില്ല കേട്ടോ. ഫ്ലവർ ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് പൂക്കൾ. അപ്പോൾ ഒരു 3 കളറിൽ, അതായത് ഒരു ബ്ലൂ കളർ, അതുപോലെ വൈറ്റ് കളർ, പിന്നെ ഒരു ഇളം ബ്ലൂ കളർ, അങ്ങനെ 3 കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് പൂക്കളാണ് കേട്ടോ ഇതിന്റെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ. പ്ലാന്റിന്റെ വില വരുന്നത് 160 രൂപയാണ്. സൺഡേ മണ്ടേക്ക് ഈ ഒരു വലിപ്പമാണ് വരുന്നത്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന മരമുല്ലയാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു മരമുല്ല. അപ്പൊ മരമുല്ലയുടെ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വന്നേക്കുന്നത്. എല്ലാത്തിലൊന്നും ഫ്ലവർ ആയിട്ടില്ല, ഫ്ലവർ ആകുന്നതേ ഉള്ളൂ കേട്ടോ. ചിലതിലൊക്കെ ഫ്ലവർ ഇങ്ങനെ മുട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് വന്നേക്കുന്നത് മരമുല്ല. നല്ല സുഗന്ധമുള്ള പൂക്കളുമാണ് ഇതിന്റെ. നല്ല എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിന്റെ വരുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരിക. അപ്പോൾ നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ഡോർഫായിട്ട് വളർത്തും. മരമുല്ല എന്ന് പറയുമ്പോൾ വലിയ മരമായിട്ട് അങ്ങനെ പോകുന്നതല്ല, നമുക്ക് ഡോർഫായിട്ട് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. 250 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന മുരായ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്കൊരു സെമി ഇൻഡോറിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഒരു ബോൺസായി രൂപത്തിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ ഇതിന്റെ ഇത് സ്റ്റെമ്മുകളൊക്കെ കണ്ടാൽ അറിയാം. ഒരു ബോൺസായി രൂപത്തിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ ഇൻഡോർ ആയിട്ട്, ഒരു സെമി ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം ഒരു ബ്രൈറ്റ് ലൈറ്റ് വേണമെന്ന് മാത്രം, തീരെ ഇരുട്ടുള്ള റൂമിലൊന്നും വളർത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഇതിന്റെ വില വരുന്നത് 250 രൂപയാണ്. അടുത്ത് വരുന്ന സ്റ്റാർലൈറ്റ് മുല്ല, അല്ലെങ്കിൽ ഇരുവാച്ചി മുല്ല എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു മുല്ല. അപാര സ്മെല്ലുള്ള പൂക്കളാണ് ഇതിന്റെ പൂക്കൾ. അത്രയും നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. ഇതിന്റെ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരത്ത് അത്രയും നല്ല സ്മെല്ല് പരത്തുന്ന ഒരു പൂക്കളാണ് ഇതിന്റെ സ്റ്റാർലൈറ്റ് മുല്ല, അല്ല ഇരുവാച്ചി മുല്ല എന്ന് പറയുന്ന ഈ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 80 രൂപയാണ്. 80 റുപ്പീസാണ് വില വരുന്നത്. അടുത്ത് വരുന്ന മിനിയേച്ചർ ഹെലിക്കോണിയാണ്. ഹെലിക്കോണി നമുക്കറിയാം, ഒരു തണ്ട് കിട്ടിയാൽ തന്നെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ഹെലിക്കോണിയുടെ വെറൈറ്റി. അപ്പോൾ നമുക്ക് ഒരു മിനിയേച്ചർ ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. നല്ല റെഡും അതുപോലെ ഓറഞ്ച് കളറൊക്കെ മിക്സ് ആയിട്ട് വന്നേക്കുന്ന ഒരു പ്ലാന്റാണ്. നമുക്ക് ഗാർഡന്റെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റാണ് ഹെലിക്കോണിയ പ്ലാന്റുകൾ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. 100 രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത്.
അടുത്ത് വരുന്ന ഗോൾഡൻ ബോളരേലിയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗാർഡന്റെ ബോർഡർ ആയിട്ടൊക്കെ വളർത്താനും അതുപോലെ ചട്ടിയിലൊക്കെ നല്ല ബോൾ പോലെ വെട്ടി ഷേപ്പാക്കി വളർത്താനും ഒക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ബോളരേലിയ. അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്, നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ്. ഇത്രയും ഭംഗിയാണ് നമുക്കിത് വെട്ടി ഷേപ്പാക്കി വളർത്താനായിട്ട്. ഒരുപാട് പ്ലാന്റുകൾ ഇങ്ങനെ നിരയായിട്ട് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 80 രൂപയാണ്. ഇതുണ്ടല്ലേ നമ്മുടെ ബോളരിയിലെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഇതിപ്പം വെട്ടി ഷേപ്പ് ആക്കിയിട്ട് കുറച്ച് നാളുകളായതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വെട്ടി ഷേപ്പ് ആക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ബോൾ അതുപോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബോളരേലിയ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് അറിയിക്കുക. 80 രൂപയാണ് ഇതിന്റെ ചെറിയ പ്ലാന്റിന് വില വരുന്നത്. അടുത്ത് വരുന്ന ആപ്പിൾ ക്രോട്ടൺ ആണ്. ആപ്പിൾ ക്രോട്ടിന്റെ നല്ല ചെറിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ക്രോട്ടൺ പ്ലാന്റിൽ ഏറ്റവും നല്ല ടോപ്പ് വെറൈറ്റി ആണ് ആപ്പിൾ ക്രോട്ടൺ. നല്ല കുഞ്ഞിലകളായിട്ടും അതുപോലെ ഒരു 3-4 കളറിലും ലീഫുകൾ ഇങ്ങനെ വരുന്ന കണ്ടില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. 120 രൂപയാണ് ഇതിന്റെ വില. അടുത്ത് വരുന്ന കൂഫിയ പ്ലാന്റ് ആണ്. കൂഫിയ പ്ലാന്റ് നമുക്ക് നല്ല ബോർഡറായിട്ട് ഗാർഡന്റെ ബോർഡറായിട്ടൊക്കെ വളർത്താനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുപോലെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് എല്ലാ സമയത്തും ഇതുപോലെ ഇപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് പൂക്കൾ കുറഞ്ഞാണ്. എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലേ. ഇത് നിറയെ ഇതിന്റെ തൈകളാണ്. ഇതിന്റെ സീഡ് വീണിട്ട് മുളച്ച തൈകളാണ്. പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഒരു ലാവണ്ടർ കളറും അതുപോലെ വൈറ്റ് കളറും 2 കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. 100 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ വൈറ്റ് കളർ വരുന്നത് കേട്ടോ. നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ്. അതുപോലെ ഇതിന്റെ സ്റ്റെമ്മൊക്കെ ഒടിച്ചു കുത്തിയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതുവരെ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് കണ്ടില്ലേ പുതിയ വേരുകൾ ഇങ്ങനെ വന്നേക്കുന്നുണ്ടല്ലേ. ചെറിയ കമ്പെടുത്ത് കുത്തിയാൽ തന്നെ നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ചുവട്ടിൽ നിന്ന് പുതിയ തൈകളൊക്കെ പെട്ടെന്ന് തന്നെ ഇതിന്റെ സീഡ് വീണിട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കാം. 100 രൂപ തന്നെയാണ് ഇതിന്റെ. അടുത്ത് വരുന്ന മിർച്ചി ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ്. അത്യാവശ്യം വെയിൽ വേണമെന്നേ ഉള്ളൂ. വെയിലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ ഒരു ഗോൾഡൻ കളർ എപ്പോഴും നമുക്ക് നിലനിന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. നമ്മളൊരു ഗ്രോ ബാഗിൽ നട്ടേക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. ഇതിന്റെ വില വരുന്നത് 280 രൂപയാണ്. 280 ആണ്. അടുത്ത് വരുന്ന ചൈന ഡോളിന്റെ തൈകളാണ്. നല്ല ചെറിയ തൈകളാണ് വന്നേക്കുന്നത് കേട്ടോ. നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചൈന ഡോള്. നല്ല വെട്ടി ഷേപ്പ് ആക്കിയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. 100 രൂപയാണ് ഇതിന്റെ വില. അടുത്ത് വരുന്ന മിനിയേച്ചർ പാമാണ്. നമുക്ക് ടേബിൾ ടോപ്പിൽ വരെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ഒരു മിനിയേച്ചർ പാം. ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് പക്ക ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. 250 രൂപയാണ്. 250 ആണ് വില വരുന്നത്. അടുത്ത് വരുന്നത് നമ്മുടെ അരൂത നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് അരൂത പ്ലാന്റ്. ഒരുപാട് രോഗങ്ങൾക്ക്, കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതിവിധിയായിട്ടുള്ള ഒരു മരുന്നാണ് നമ്മുടെ ഈ അരൂത പ്ലാന്റ്. അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം ഇതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നേക്കുന്നത്. ആവശ്യമുള്ളവർ അറിയിക്കുക. 50 രൂപയാണ്. 50 റുപ്പീസ് ആണ് വില വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.